ചേട്ടാ, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കേരളത്തെ അടക്കം ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു കഠിനംകുളം ആതിര കൊലപാതകം. വളരെ ദാരുണമായൊരു സംഭവമാണ്. ഭർത്തൃമതിയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നു കയറിയ ആൺ സുഹൃത്ത് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ട്രെയിൻ മാർഗം രക്ഷപ്പെടുന്നു. അത് പിന്നീട് ഇയാൾ പിടിക്കുന്ന വേളയിൽ വിഷം കഴിച്ചു എന്നാണ് എനിക്ക് ഓർക്കുന്നത്. അപ്പോൾ കഠിനംകുളം ആതിര കൊലക്കേസിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വർഷം ജാനുവരി മാസം 21-ാം തീയതിയാണ് കഠിനംകുളത്തിന് സമീപമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള ഒരു വീട്ടിൽ ഈ കൊലപാതകം സംഭവിക്കുന്നത്. ഈ കൊലപാതകം സംഭവിച്ചതാണ് ഉച്ചയോട് കൂടിയാണ് പുറത്തേക്ക് ഈ വിവരം വരുന്നത്. ആദ്യമേ പറയാം, ഈ കേസിലെ കുറ്റപത്രം കോടതിയിലെത്തി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെയാണ് 920 പേജ് വരുന്ന കുറ്റപത്രം ഈ കേസിൻ്റെ 84-ാമത്തെ ദിവസം പോലീസ് കൊണ്ടുപോയി സമർപ്പിച്ചത്. അപ്പോൾ ഇനി കൊലപാതകത്തിൻ്റെ പിന്നാമ്പുറത്തിലേക്കൂടെ പോകണം. ജാനുവരി 21 ഉച്ചയ്ക്ക് പോലീസിലേക്ക്, കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി പോകുന്നു. അവിടെ സമീപവാസിയായിട്ടുള്ള ഇത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. അദ്ദേഹം നൽകിയ മറുപടി, അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ക്ഷേത്രത്തിൻ്റെ അരികിൽ, പാടിക്കവളാകം ക്ഷേത്രത്തിൻ്റെ അരികിൽ, പാടിക്കവളാകത്ത് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വീട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നു. അവരുടെ ഭർത്താവാണിത് എന്നോട് പറഞ്ഞത്. ഇതാണ് പോലീസിനോട് ഈ പ്രായമുള്ള മനുഷ്യൻ ആദ്യത്തെ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷൻ അതായിരുന്നു. പോലീസ് സ്ഥലത്തേക്കെത്തി നോക്കുമ്പോൾ ഒരു യുവതി വീടിൻ്റെ അകത്ത് മുറിയിൽ ബെഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അവരുടെ കഴുത്ത് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ആരോ അവരുടെ കഴുത്തിൽ കത്തി ആഴ്ത്തിയിരിക്കുന്നു. അവർ ഉപയോഗിക്കുന്ന സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അത് അവർ പോലീസിനോട് പറഞ്ഞത് അവരുടെ ഭർത്താവ് തന്നെയാണ്. കാരണം ഇവരുടെ ഭർത്താവ് വന്ന് വിളിച്ചിട്ടും ഇവർ വീട്ടിൽ ഇവരുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാതായതോടുകൂടി അദ്ദേഹം ശ്രദ്ധിച്ചത് ഈ സ്കൂട്ടർ അവിടെ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവർ പുറത്ത് പോകുമ്പോഴാണല്ലോ സ്കൂട്ടർ കൊണ്ടുപോകുന്നത്. ഇവർക്കൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ നോക്കിയാൽ സ്കൂട്ടറില്ല. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, ഭാര്യയുടെ സ്കൂട്ടറും സ്ഥലത്തില്ല. പോലീസിന് ആദ്യത്തെ സംശയം ഭർത്താവിനെ തന്നെയായിരുന്നു. ഉള്ളത് പറയാലോ, ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് നാടകം കളിക്കുന്നതായിട്ടാണ് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിട്ടുള്ള ഒരു സംശയം. കാര്യം ഭർത്താവ് വ്യക്തമായി മറുപടികളൊന്നും പറയുന്നില്ല. ഭർത്താവ് എന്തുകൊണ്ട് ഈ മറുപടി കൃത്യമായി പറയുന്നില്ല എന്നുള്ളത് പോലീസിനെ സംശയത്തിലാക്കി. ഇദ്ദേഹത്തെ സംശയത്തിലാകാൻ കാരണമായി മാറി. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ഇദ്ദേഹം വിട്ടൊന്നും പറയുന്നില്ല. ആര് വന്നു, എന്തിന് നിങ്ങളുടെ ഭാര്യയെ കൊല്ലണം, നിങ്ങളുടെ ഭാര്യയോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതിനൊന്നും ഈ മനുഷ്യന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല. അതോടുകൂടിയാണ് പോലീസ് വലിയ സംശയത്തിലേക്ക് പോയത്. ഇദ്ദേഹത്തെ പോലീസ് കാര്യങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് ഇവരുടെ ഫോൺ പോലീസ് എടുത്ത് പരിശോധിക്കുന്നത്. പരിശോധിച്ചു. അത് ലോക്കിൽ കിടക്കുന്ന ഫോണൊക്കെ അവർ അഴിപ്പിച്ചു. അത് പരിശോധിച്ചപ്പോൾ അതിലേക്ക് ഒരു കോൾ എത്തിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരാളുടെ പേരിലുള്ളതാണ് ഈ സിം എന്ന് പോലീസിന് മനസ്സിലായി. കരുനാഗപ്പള്ളി സ്വദേശിയെ പോലീസ് തപ്പിയെടുത്തപ്പോൾ അയാൾ പറഞ്ഞു, സംഗതി എൻ്റെ സിമ്മാണ്, പക്ഷേ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ആളാണ് ഇത് ഉപയോഗിക്കുന്നത്. ജോൺസൺ ഔസേപ്പിനെ പോലീസ് തപ്പി തുടങ്ങിയപ്പോൾ ജോൺസൺ ഔസേപ്പ് താമസിക്കുന്ന സ്ഥലത്തോ ഒന്നും തന്നെ ജോൺസൺ ഔസേപ്പ് ഇല്ല. ജോൺസൺ ഔസേപ്പ് ഇതിൻ്റെ ടവർ ലൊക്കേഷൻ ആ സമയത്ത് ചിറയൻകീഴ് വരെ പോയിട്ടുമുണ്ട്. പോലീസ് നേരെ ചിറയൻകീഴേക്ക് പോയി. ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ചിറയൻകീഴ് വരെ എത്തിയ ശേഷം ഈ ഫോൺ ഓഫായിരിക്കുകയാണ്. പോലീസ് അവിടെ എത്തി. ചിറയൻകീഴിലെത്തിയപ്പോൾ ഈ 2 വീലർ ആതിരയുടെ സ്കൂട്ടർ അവിടെയുണ്ട്. ആ സ്റ്റേഷൻ്റെ പരിസരത്ത് സ്കൂട്ടർ ഇരിപ്പുണ്ട്. ആ സമയത്ത് കടന്നു പോയിരിക്കുന്നത്, ഈ ടൈം വെച്ച് നോക്കുമ്പോൾ ചിറയൻകീഴ് അത്രയധികം ട്രെയിൻ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേഷനല്ല. അവിടെ നിർത്തിപ്പോയിരിക്കുന്നത് ഒരു ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ്. ജോൺസണിന് ആലപ്പുഴയിൽ ബന്ധങ്ങളുണ്ടെന്നും പോലീസിന് മനസ്സിലായി. അത് ഈ കരുനാഗപ്പള്ളിയിൽ സ്വദേശിയായിട്ടുള്ള സുഹൃത്തിൽ നിന്നാണ് പോലീസിന് ഈ വിഷയം കിട്ടുന്നത്. പോലീസ് അയാളടുത്ത് ചോദിച്ചു, ആലപ്പുഴയിലെ ഇയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു. പോലീസിന് അവിടെ ഒരു പാളിച്ച പറ്റി.
പോലീസ് ആലപ്പുഴയ്ക്ക് വിളിച്ചപ്പോൾ ആലപ്പുഴയിലുള്ള സുഹൃത്തുക്കൾ വഴി ജോൺസൺ അറിഞ്ഞു ആലപ്പുഴയിൽ പോലീസ് തന്നെ തേടുന്നുവെന്ന്. അയാൾ അവിടെ നിന്നും മുങ്ങി. അയാൾ അവിടെ നിന്നും പോകുന്നത് കോട്ടയത്താണ്. കോട്ടയത്തേക്ക് കടന്നു കളഞ്ഞു. അവിടെ നിന്ന് ആലപ്പുഴ ഇറങ്ങി കോട്ടയത്തേക്ക് കടന്നു. അപ്പോൾ ഇതെല്ലാം CCTV പോലീസ് എടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ അതിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെടുത്ത് പരിശോധിച്ചപ്പോൾ ഇതിനകത്തെ ഇൻസ്റ്റഗ്രാമിലുള്ള സുഹൃത്താണ് ഈ ജോൺസൺ ഔസേപ്പ്. ജോൺസൺ ഔസേപ്പ് ഇവരുടെ സുഹൃത്താണ് എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ചാറ്റിലും ഒരു പ്രണയബന്ധം ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഭർത്താവ് ഈ വിവരം പറയാത്തതെന്നും പോലീസിന് മനസ്സിലായി. പോലീസ് ഇതെല്ലാം മനസ്സിലാക്കി ഈ ഭർത്താവിനോട് പറഞ്ഞു, ഞങ്ങളിത് അറിഞ്ഞു, കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 മാസം മുമ്പ് താനിത് അറിഞ്ഞു, ഭാര്യയെ വിലക്കി, ഇക്കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് വിലക്കി, അതിനുശേഷം അത് അവസാനിപ്പിച്ചു എന്നാണ് താൻ ധരിച്ചിരുന്നത് എന്നുള്ളത്. കൊലപാതകി ജോൺസൺ ഔസേപ്പാണെന്ന് പോലീസിന് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും, കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇൻസ്റ്റഗ്രാം വഴിയുള്ള ജോൺസന്റെ ഫോട്ടോ പോയി. ഈ സമയത്ത് കോട്ടയത്ത് നിന്ന് ഇയാൾ ചിങ്ങവനത്തേക്ക് പോയി. ചിങ്ങവനത്ത് ഒരു സ്ത്രീ, ഒരു ലേഡി, അവരുടെ പിതാവ് വയ്യാതിരിക്കുകയാണ്, വീണ് പരിക്കേറ്റതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വീട്ടിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, അതായത് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു പരസഹായം അദ്ദേഹത്തിന് ആവശ്യമാണ്. അതിനായി ജോൺസൺ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ജോൺസൺ ആ വീട്ടിലേക്കാണ് പോകുന്നത്. ജോൺസൺ ആ വീട്ടിലേക്ക് പോകുന്നത് അവിടെ നിന്നും ബാഗ് എടുത്ത് കടന്നു പോകാനാണ്. ജോൺസൺ അവിടെ എത്തിയപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഇവിടെ ജോലി ചെയ്ത ജോൺസൺ ആണെന്ന് മനസ്സിലാവുകയും ഈ സ്ത്രീ അവിടുത്തെ വാർഡ് മെമ്പറെ ഇവരെ അറിയിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ നേരെ ചിങ്ങവനം പോലീസിനെ വിളിച്ചു. ജോൺസൺ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞാൽ ഒരു ചെറിയ കയറ്റമാണ്. ആ നടന്നു കയറുന്ന സമയത്ത് പോലീസ് ക്രോസായിട്ട് എതിരെ നടന്നു വന്നു. ജോൺസൺ ഓടാനോ ഒന്നും ശ്രമിച്ചില്ല. പോലീസിനൊപ്പം പോലീസ് പറഞ്ഞു, നടന്നു വരണം, കൂടെ വരണം, ഓടാനോ ചാടാനോ ശ്രമിക്കരുത്, കൂടെ വരണം എന്ന് പറഞ്ഞു. ആ നിർദ്ദേശം അനുസരിച്ച് അയാൾ പോലീസിൻ്റെ ജീപ്പിൽ കയറി. പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ തന്നെ അവർ അവരുടെ DYSPക്ക് വിവരം നൽകി. അതിനുശേഷം അതുവഴി തിരുവനന്തപുരത്തേക്ക് വിവരം വന്നു. അങ്ങനെ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാൻ നേരമാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. അവിടെ നിന്നും പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇയാളുടെ ആന്തരികാവയവങ്ങൾക്ക് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ഇയാൾ കഴിച്ചിട്ടുള്ളത് എലിവിഷം വളരെ കുറച്ച് തോതിൽ മാത്രമേ ഇയാൾ കഴിച്ചിട്ടുള്ളൂ എന്ന് ആശുപത്രിയിൽ നിന്നും വിവരം നൽകി. അങ്ങനെ കുറച്ച് ദിവസം ചികിത്സയ്ക്ക് ശേഷമാണ് ജോൺസനെ കഠിനംകുളത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനിടെ പോലീസിന് മറ്റൊരു കാര്യം കൂടി ലഭിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിൽ പ്രകാരം ഈ സ്ത്രീ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു റേപ്പല്ല എന്നും പോലീസിനോട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പറയുകയുണ്ടായി. ജോൺസണിനോട് ഈ കാര്യം പോലീസ് ചോദിച്ചു. ജോൺസൺ ഈ കാര്യം പറയാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ വന്ന സാധനം പോലീസ് ജോൺസണിനോട് ചോദിച്ചു. ജോൺസൺ അപ്പോഴാണ് പറയുന്നത്, ഈ സ്ത്രീയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട താനും ഈ ആതിരയും ഒരേ ഗ്രൂപ്പിൽ റീൽ ചെയ്യുന്നവരായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ റീൽസ് ചെയ്തു. അങ്ങനെയാണ് പിന്നീട് പ്രണയത്തിലാവുന്നത്. ആതിരയെ കാണുന്നതിന് വേണ്ടിയും ആതിരയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട്. പെരുമാതുറയിൽ വന്ന് താമസിച്ചാണ് താൻ ആതിരയുടെ വീട്ടിൽ വന്നു പോകാറുള്ളത്. ഭർത്താവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ താൻ ആ വീട്ടിലേക്ക് വരും. ഭർത്താവ് വരുന്നതിന് മുമ്പേ മടങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഈ ബന്ധം വലിയ ശക്തിയായി നീങ്ങി. ഈ ഘട്ടം എത്തിയപ്പോൾ ആതിരയോട് താൻ ആവശ്യപ്പെട്ടു, ഭർത്താവ് പിടിച്ചതോടുകൂടി, ഭർത്താവ് ഈ ബന്ധം അറിഞ്ഞല്ലോ, അപ്പോൾ ഭർത്താവ് ഇത് വിലക്കിയതോടുകൂടി ആതിരയോട് തനിക്കൊപ്പം ഇറങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ടു. ആതിര വരാൻ തയ്യാറായില്ല. ആതിരയെ നന്നായി ജീവിക്കാമെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ചിറയിൻ കീഴിൽ ഒരു വാടക വീട് പോയി നോക്കുകയും അതിന് അഡ്വാൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും ഈ വീടിൻ്റെ ഫോട്ടോ ആതിരയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആതിര ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ്
തലേ ദിവസം ജാനുവരി 20-ാം തീയതി താൻ ചിറയൻകീഴിൽ എത്തുന്നത്. ചിറയൻകീഴിൽ നിന്നും ഒരു കത്തി വാങ്ങി. ആ കത്തിയുമായി താൻ പെരുമാതുറയിലെത്തുന്നു. അതിനുശേഷം ഭർത്താവും കുട്ടിയുമൊക്കെ പോയ ശേഷം ഈ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് താൻ ഒരു ചായ ചോദിച്ചു. ചായ ഇട്ടുകൊണ്ട് തന്നു. അങ്ങനെ ചായ കുടിച്ച ശേഷം ഇത്തരത്തിൽ ആതിരയുമായി ബെഡ്റൂമിൽ പോയി. പിന്നീട് ഈ പറയുന്ന പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ താൻ മെത്തയിലടിയിൽ ആതിര ചായ ഇടാൻ പോയ സമയത്ത് തന്നെ കത്തി മെത്തയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ആതിരയുടെ കഴുത്തിലേക്ക് ഈ കത്തി താൻ ആഴ്ത്തിയിറക്കിയത്. ബഹളം വെക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മരണം ഉറപ്പാക്കി. ഈ സമയം തൻ്റെ ദേഹത്തേക്ക് രക്തം ചീറ്റി. താൻ ആ ഷർട്ട് ഊരി മടക്കി ആ ഷർട്ട് ആതിരയുടെ സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതിനുശേഷം ഭർത്താവിൻ്റെ ഷർട്ടും എടുത്തിട്ട് നേരെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആണ് ശ്രദ്ധയിൽപ്പെടുന്നത് തൻ്റെ ഷർട്ടിൽ മാത്രമായിരുന്നില്ല രക്തമുണ്ടായിരുന്ന, പാൻറ്റിലും രക്തം തെറിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി. അവിടെ കയറി അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഒരു മുണ്ട് വാങ്ങിച്ച ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പോയി ഈ പാൻറ് ഊരി മാറ്റുകയും ഈ മുണ്ട് ധരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പാൻറ് ആ കവറിലിട്ടു. കവറിലുമിട്ട് കൊണ്ടുവന്ന ശേഷം ഈ ഡിക്കിയിലുണ്ടായിരുന്ന ഷർട്ട്, ആ ഷർട്ടും ചുരുട്ടി ഈ കവറിലിട്ടു. അതും കഴിഞ്ഞ് സമീപത്തെ ഓടയ്ക്കരികിലെത്തി ആ ഓടയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞു. ഇതാണ് ഇയാൾ പറഞ്ഞ മൊഴി. ഇയാളെ നേരെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഈ സാധനങ്ങളെല്ലാം അവിടെ ഓടയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആ തൊണ്ടി മുതൽ അടക്കമുള്ളവയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. 84-ാമത്തെ ദിവസം തന്നെ കുറ്റപത്രം കൊടുത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടാതെ ജോൺസൺ ഔസേപ്പ് സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്, ജില്ലാ ജയിലിൽ കിടക്കുകയാണ്, തടവുപുള്ളിയാണ്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഈ കേസിലെ വിചാരണ ആരംഭിക്കും. ദൗർഭാഗ്യവശാൽ ഈ സംഭവത്തിന് ശേഷം ആതിരയുടെ ഭർത്താവ് കുഞ്ഞുമായി ആ നാട് വിട്ട് മാറിപ്പോവുകയും ചെയ്തു. വെഞ്ഞാറമൂട് സ്വദേശിനിയായിരുന്നു ആതിര. ആതിരയുടെ മൃതശരീരം അടക്കം ചെയ്തതും വെഞ്ഞാറമൂട്ടിലെ സ്വവസതിയിലാണ് അടക്കം ചെയ്തത്. ഭർത്താവും കുഞ്ഞും നേരത്തെ ഉണ്ടായിരുന്ന, അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു 20 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന ഒരിടത്ത് നിന്നാണ് അദ്ദേഹത്തിന് ഈ സംഭവത്തിന് ശേഷം മാറിപ്പോകേണ്ടി വന്നത്. അതാരും പറഞ്ഞു വിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വെച്ച് സ്വമേധയാ അദ്ദേഹം കുഞ്ഞുമായി മാറിപ്പോയി. ഇതാണ് ആ കേസ്. ശരി.